നമ്മൾ പ്രതീക്ഷയോടെ കാത്തിരുന്ന ചിത്രമാണിത് ബാലൻ. ബാലൻ്റെ റിവ്യൂ എനിക്ക് ചെയ്യാൻ പറ്റിയില്ല. സത്യം പറഞ്ഞാൽ ഞാൻ ബാലൻ കണ്ടില്ല. കാണാതിരുന്ന് ഞാൻ പറഞ്ഞായിരുന്നു ചില പ്രശ്നങ്ങളുണ്ടായിരുന്നു. മകന് വയ്യാതിരിക്കുന്നതുകൊണ്ട് അതുമായിട്ട് ചുറ്റപ്പെട്ട് ചെയ്യുന്നതുകൊണ്ട് അതുമല്ല റിലീഫ് ദിവസം പോയില്ലെങ്കിൽ പിന്നെ നമുക്ക് പോകാൻ തോന്നത്തില്ല. ആറിയ കഴിഞ്ഞ് പഴകഞ്ഞി എന്ന് പറയുന്ന അവസ്ഥയിലാണ് പലപ്പോഴും തോന്നാറുള്ളത്. അതുപോലെ എല്ലാ റിവ്യൂ ഒക്കെ കണ്ടു കഴിഞ്ഞപ്പം പടം കാണാനുള്ള താല്പര്യം കൂടുതലായിട്ടുണ്ടായി. സമയക്കുറവാണ്, കാരണം ഞാൻ വൈകാതെ തന്നെ പോയി കാണും. എല്ലായിടും പോസിറ്റീവ് കിട്ടിയ ചിത്രമാണ് ബാലൻ. 2-3 പുതുമുഖ താരങ്ങൾ, അതുപോലെ ചിദംബരം എന്ന് പറയുന്ന സംവിധായകൻ മഞ്ഞുമൽ ബോയ്സിന് ശേഷം വരുന്നു. ജിത്തു മാധവൻ്റെ തിരക്കഥ എല്ലാം കൊണ്ടും മികച്ചു നിന്നൊരു ചിത്രമാണ്. അതുപോലെ പ്രിയനെ പോലുള്ള ഒരു സംവിധായകൻ കഴിഞ്ഞ 2 കൊല്ലത്തിനിടയിൽ കണ്ട മികച്ചൊരു ചിത്രം എന്ന് പറഞ്ഞ് അത് തന്നെ പബ്ലിസിറ്റിയായി. അതൊക്കെ ഭയങ്കര ഹൈപ്പിൽ നിൽക്കുന്നതായിരുന്നു ബാലനെ സംബന്ധിച്ച്. അതുപോലെ റിവ്യൂ ചെയ്ത മിക്കവാറും എല്ലാവരും ഹെവി പോസിറ്റീവ് പറഞ്ഞ ചിത്രമായിരുന്നു ബാലൻ. മലയാളത്തിൽ ഇങ്ങനെ ഹെവി പോസിറ്റീവ് കിട്ടുന്ന ഒരു ചിത്രം വളരെ നാളിന് ശേഷം ഉണ്ടാകുന്നത്. അങ്ങനെ ബാലൻ കത്തിക്കയറുന്നതാണ് പിന്നെ നമ്മൾ കാണുന്നത്. ബാലൻ്റെ കളക്ഷൻ ഇന്നലെ 1,02,00,000 രൂപ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. തിങ്കളാഴ്ചയാണ്, ആദ്യ തിങ്കളാഴ്ചയാണ്. നമ്മൾ പ്രതീക്ഷിച്ച കളക്ഷൻ കിട്ടിയില്ല ഇന്നലെ തിങ്കളാഴ്ച. അങ്ങനെ ബാലൻ 7,27,00,000 കേരള കളക്ഷൻ എത്തുന്നുണ്ട്. വേൾഡ് വൈഡ് കളക്ഷൻ ഏകദേശം 17,53,00,000 രൂപയായിട്ടാണ് ഫാക്നിക് പുറത്തുവിടുന്ന കണക്കും പറയുന്നത്. അവരുടെ കണക്കും പ്രകാരം 9,53,00,000 ഇന്ത്യ ഗ്രൂപ്പും 8 കോടി ഓർഫിഫ് കളക്ഷനും നേടിയതായിട്ടാണ് അവരുടെ കണക്ക് പറയുന്നത്. 17,53,00,000 എന്ന് പറയുന്നത് 3 പുതുമുഖങ്ങൾ മുഖ്യവേഷത്തിൽ അഭിനയിക്കുന്ന ഒരു ചിത്രത്തിൽ കിട്ടുക എന്ന് പറയുന്നത് ഒരു മഹാ അത്ഭുതം തന്നെ അല്ലേ. അപ്പോൾ താമസിക്കാതെ തന്നെ 25 കോടിയിലേക്ക് ചിത്രം കടക്കും എന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. അപ്പോൾ ഇന്നത്തെ കളക്ഷൻ നമ്മൾ നോക്കുമ്പോഴും ഏകദേശം 2,000 ടിക്കറ്റ് മണിക്കൂർ വിറ്റുമാറുന്നുണ്ട്. അത് മലയാളത്തിൽ ഇപ്പം ഇറങ്ങിയ ചിത്രങ്ങളിൽ ഇത് മാത്രമേ ഉള്ളൂ 2,000 മണിക്കൂർ ടിക്കറ്റ് വിൽപ്പനയിൽ തന്നെ ട്രെൻഡിങ് ആയിട്ട് നിൽക്കുന്നത്. ഒരു അമ്മയുടെയും മകൻ്റെയും കഥ പറയുന്ന പ്രേക്ഷകരെ ആ ചിത്രത്തിലേക്ക് കൂട്ടിക്കൊണ്ടു പോകാനൊക്കെ ഈ ചിത്രത്തിന് കഴിഞ്ഞിട്ടുണ്ട് എന്നാണ് പല നിരൂപകരും അവകാശപ്പെടുന്നത്. ഞാൻ പറഞ്ഞില്ലയോ, ചിത്രം കണ്ടവർ കൃത്യമായിട്ട് അഭിപ്രായം പറയുക. നമ്മൾ ചിത്രം കാണാത്തതുകൊണ്ടാണ് ചിത്രവുമായിട്ട് ബന്ധപ്പെട്ടൊന്നും പറയാത്തത്. ഏതായാലും നല്ല ചിത്രമാകും എന്ന് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. കാരണം ചിദംബരം എന്ന് പറയുന്ന സംവിധായകന് നമുക്കൊരു പ്രതീക്ഷയുണ്ട്. അതുപോലെ ജിത്തു മാധവൻ, ഇവരിലൊക്കെ നമുക്ക് പ്രതീക്ഷയുണ്ട്. അതുപോലെ പ്രിയൻ്റെ വാക്കുകളും നമുക്ക് ഈ ചിത്രം മികച്ചതാകുമെന്ന് തന്നെയാണ് അറിയിക്കുന്നത്. അതുപോലെ റിവ്യൂ ഒക്കെ ചെയ്യുന്ന യൂട്യൂബ് ചാനലുകളെല്ലാം ബാലന് നല്ല അഭിപ്രായം പറയും. അതുതന്നെ മലയാള സിനിമയ്ക്ക് ഒരു ശുഭസൂചനയാണ്. കാരണം മലയാളത്തിൽ അപൂർവമായിട്ടാണ് ഇങ്ങനെയൊക്കെയുള്ള ചിത്രങ്ങൾ ഇറങ്ങുന്നത്. പലപ്പോഴും വമ്പൻ ഹിറ്റാവുന്ന ചിത്രങ്ങളെല്ലാം ഒരു സൂപ്പർ താരത്തിൻ്റെ സാന്നിധ്യം അവിടെ ഉണ്ടാകും അല്ലേ. അങ്ങനെയാണ് കണ്ടുവരുന്നത്. അതിൽ നിന്ന് വ്യത്യസ്തമായി പുതുമുഖങ്ങളെ കൊണ്ട് അവതരിപ്പിച്ച് ഒരു ചിത്രം വിജയിപ്പിക്കുക എന്ന് പറയുന്നത് വളരെ അധികം റിസ്ക്കുള്ള കാര്യമാണ്. അത് ചിദംബരം കൃത്യമായിട്ട് വിജയിച്ചിരിക്കുന്നു. ചിദംബരത്തിൽ നിന്ന് നമുക്ക് ഇതിൽ കൂടുതൽ പ്രതീക്ഷിക്കാമെന്ന് തന്നെ തോന്നുന്നു. അപ്പം അദ്ദേഹത്തിൻ്റെ മറ്റു ചിത്രങ്ങൾക്ക് വേണ്ടിയൊക്കെ കാത്തിരിക്കാം. ബാലൻ വൻ വിജയമാകട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കാം. അപ്പം ചിത്രം കണ്ടവർ കൃത്യമായിട്ട് കമൻ്റ് ഇടുക. നമ്മൾ താമസിക്കാതെ ഈ ആഴ്ച തന്നെ ചിത്രം കാണും എന്ന് ഞാൻ ഉറപ്പ് നൽകുന്നു. അപ്പം മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും ഞാൻ എത്തും വരെ ഓക്കെ ബൈ.